മാറണമെന്നുണ്ടെങ്കിൽ ഇത് അമർത്തി കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ആയി. കണ്ടോ? ഇതാണ് നോർമൽ സ്റ്റിച്ചസ് ഒക്കെ വരുന്നത്. ഓണായില്ലേ കുട്ടികളൊക്കെ കേട്ടോ. പിന്നെ ഇത് ട്രിമ്മിങ് കേട്ടോ, ഓട്ടോമാറ്റിക് ട്രിമ്മിങ്. ഇത് പ്രസ് ചെയ്ത് ഞങ്ങൾ 151 ഡിസൈൻസുകൾ ഉണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിംഗർ SC9185 9185 മോഡലിന് എംബ്രോയിഡറി മെഷീനാണ് കേട്ടോ. അപ്പോൾ എംബ്രോയിഡറി മെഷീൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എംബ്രോയിഡറി മാത്രം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ ഇതിൽ എംബ്രോയിഡറി മാത്രമല്ല, നമുക്കിതിൽ നോർമൽ സ്റ്റിച്ചും ചെയ്യാം. നോർമൽ സ്റ്റിച്ചും ചെയ്യാം, സിക്സാക്ക് ചെയ്യാം, ഹെമ്മിങ് ചെയ്യാം, അതുപോലെ റോളിംഗ് ഫൂട്ട് വെച്ച് ചെയ്യുക. അങ്ങനെയുള്ള സാധാരണ നോർമൽ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, അതൊക്കെ ഇത് നമുക്ക് വെച്ചിട്ട് ചെയ്യാം. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് എംബ്രോയിഡറിയും ചെയ്യാം. പിന്നെ അതുകൂടാതെ നമുക്ക് ഇതിന്റെ കൂടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയർ നമുക്ക് ലാപ്ടോപ്പിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പടം അതിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാം. മെഷീന് വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് മൊബൈലിൽ നിന്ന് ഈ പിക്ചറിലേക്ക് സെൻഡ് ചെയ്തിട്ട് നമുക്ക് എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഇതും കൂടി ഈ മെഷീന് പ്രത്യേകത ഉണ്ട്. പിന്നെ ആ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്നത് ഓൾറെഡി ഇതിൽ എംബ്രോയിഡറി സ്റ്റിച്ച് ഉണ്ട്, മാനുവൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് എല്ലാം പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഇത് കൂടാതെ ഇതിന്റെ കൂടെ വന്ന ഫൂട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. ഇതാണ് ഇതിന്റെ കൂടെ വന്ന ഫൂട്ടുകളൊക്കെ കേട്ടോ. 1, 2, 3 ഇത് എംബ്രോയിഡറി ചെയ്യാനുള്ള ഫൂട്ട് കേട്ടോ. പിന്നെ 3 സ്റ്റോപ്പർ ഉണ്ട്, ത്രെഡ് സ്റ്റോപ്പർ, പിന്നെ നീഡില്, പിന്നെ ബട്ടൺ ഹോൾ ചെയ്യാനുള്ളത്, സ്ക്രൂ ഡ്രൈവർ, പിന്നെ ബോബിൻ ഉണ്ട്, 4 ബോബിൻ ഉണ്ട്, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ നമുക്കിതിൽ പറയാനുള്ളത് ഇതൊക്കെ ബട്ടൺ ആട്ടോ. 1, 2, 3, 4, 5 ബട്ടൺ ഉണ്ട്. ഇത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ കേട്ടോ. ഓട്ടോമാറ്റിക് തന്നെയാണ്, സ്പീഡ് ഉണ്ടായില്ല. നമുക്ക് കൂട്ടുക കുറയ്ക്കുക വേണമെങ്കിൽ ഇതിൽ ചെയ്യാം. പിന്നെ പെഡലിൽ വേണമെങ്കിൽ നമുക്ക് ചവിട്ടിയിട്ട് അങ്ങനെയും തയ്ക്കാം കേട്ടോ. പെഡൽ വേണമെന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു സ്പീഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റൺ ആവും. പിന്നെ ഇത് ട്രിമ്മിങ് കേട്ടോ, ഓട്ടോമാറ്റിക് ട്രിമ്മിങ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രിം ആവും. ഇത് നീഡിൽ അപ്പാണോ ഡൗൺ ആണോ നിർത്തുന്നത് കേട്ടോ. ഇത് നമ്മൾ റിവേഴ്സ് ബട്ടൺ, റിവേഴ്സ് പോകുന്നതിന്. ഇത് നമുക്ക് തയ്ക്കുന്നിടയിൽ സ്റ്റോപ്പ് ആക്കാനും പിന്നെ പ്ലേ ആക്കാനും കേട്ടോ. പിന്നെ ഇതാണ് ഇതിലെ സ്റ്റോറേജ് ബോക്സ്. ഇതുകൊണ്ട് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റോറേജ് ബോക്സ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ സ്റ്റോറേജ് ബോക്സ്. ഉണ്ടാവും ഇതിൽ നമുക്ക് സാധനങ്ങളൊക്കെ പ്രഷർ ബൂട്ടും കാര്യങ്ങളൊക്കെ ഇടാം. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് വെക്കുന്നു കേട്ടോ. ഓക്കെ, നോർമൽ സ്റ്റിച്ചിങ് ചെയ്യാന്ന് പറയാൻ കാരണം ഇപ്പൊ നമ്മുടെ ബ്രദർ ആയാലും ഉഷയായാലും എംബ്രോയിഡറി മെഷീനിൽ നോർമൽ സ്റ്റിച്ചിങ് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ബ്രദർ പോട്ടെന്ന് വെക്കാം. ബ്രദർ നമുക്ക് കേരളക്കാർ എടുക്കാത്തതാണ് ബെറ്റർ. എന്നുവെച്ചാൽ അവിടെ സർവീസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മറ്റു മെഷീനിൽ ഇത് എംബ്രോയിഡറി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നോർമൽ സ്റ്റിച്ച് ഇല്ല. നമുക്കിതിൽ നോർമൽ സ്റ്റിച്ചും കിട്ടുന്നുണ്ട്, പിന്നെ എംബ്രോയിഡറിയും കിട്ടുന്നുണ്ട്, രണ്ടും കൂടി ആട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമുക്കൊന്ന് അപ്പൊ നമുക്ക് മെഷീൻ ഒന്ന് ഓണാക്കി നോക്കാം. അപ്പൊ സായി ഒന്ന് മെഷീൻ ഓണായിക്കാം. സായോ മെഷീൻ ഓണായിക്കാം. ഓണായില്ലേ? അങ്ങനെ മെഷീനും ഡിസ്പ്ലേയും ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിതിൻ്റെ സ്ക്രീന് വരുന്നത്. അത് നമുക്കൊരു ടച്ചാണ്, ടച്ച് പേന കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേറ്റും ചെയ്യാം, കൈ കൊണ്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നോർമൽ സ്റ്റിച്ചസ് ഒക്കെ വരുന്നത് കേട്ടോ. അത് നമുക്ക് പ്രഷർ വുഡിൻ്റെ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്യുക, അതുപോലെ സൈഡിൽ സ്റ്റിച്ച് ചെയ്യുക, അങ്ങനെ അത് ഓരോരോ സ്റ്റിച്ചുകൾ കൊടുത്തിട്ടുള്ളതാണ്. ടോട്ടലി 242 സ്റ്റിച്ച് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ അങ്ങനെയാണ് നമ്മൾ ഓരോ സ്റ്റിച്ച് മാറ്റുമ്പോഴും നമുക്കിവിടെ ഒരു ABCD വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഏതൊരു സ്റ്റിച്ച് ഇട്ടാലും അവിടെ ഏതോ പ്രഷർ വുഡ് മാറ്റുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കും കേട്ടോ നമുക്ക്. അതുപോലെ ഇപ്പൊ നോർമൽ സ്റ്റിച്ചിലാണ് കിടക്കുന്നത്, അതിന്റെ നീളം കൂട്ടേണ്ടത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. 2.5 mm കൂട്ടുന്നതും മൈനസും പ്ലസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്കി കഴിഞ്ഞാൽ കൂടും. 4 mm 4.5 mm അങ്ങനെ വരും. 5 mm ആണ് കൊടുത്തിട്ടുള്ളത്, നമുക്ക് കുറയ്ക്കണം 2.5 mm. പിന്നെ അതുപോലെ തന്നെ ഇത് നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള കേട്ടോ.
അപ്പൊ നമുക്ക് അവിടെ നീഡിലിന്റെ അവിടെ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് അവിടെ പ്ലസ്സിൽ ചെയ്യുമ്പോൾ നീഡിൽ ഇങ്ങനെ നീങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതില് ഉണ്ടോ, നമ്മൾ അങ്ങോട്ടും ആകുമ്പോൾ 0 ആണ്. ഉണ്ടോ, 0 ആണ് കറക്റ്റ് പൊസിഷൻ, സെൻട്രൽ പൊസിഷൻ കേട്ടോ. അങ്ങനെ ഇതിൽ നമുക്ക് ഇതിങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് മാറും. കണ്ടോ, ഏത് ഡിസൈൻ ആക്കുമ്പോൾ ഇവിടെ ഈ ഡിസൈൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രഷർ ഔട്ട് മാറി ബി ആയി. അപ്പൊ നമുക്ക് എന്തായിട്ട് ബിയുടെ പ്രഷർ ഔട്ട് ഉണ്ട്, അതെടുത്തിട്ട് അവിടെ ചെയ്യണം. അങ്ങനെ ഓരോന്ന് മാറ്റുമ്പോൾ നമുക്ക് ഇതിൽ തന്നെ കാണിച്ചു തരും ഏതാണ് പ്രഷർ ഔട്ട് ഇടേണ്ടതെന്ന്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നത്. മറ്റേ ഇത് ഇങ്ങോട്ട് മാറി, കണ്ടോ, പൊസിഷൻ മാറ്റാനുള്ളത് അപ്പ് ഡൗൺ മാറ്റാം, പിന്നെ ലെഫ്റ്റ് റൈറ്റ് മാറ്റാം. ഓക്കെ, പിന്നെ ഇത് ലാസ്റ്റ് ഇതാണ്. ഇതൊക്കെ ഡന്നിയും സ്റ്റിച്ചാണിത്. അത് അടുത്തടുത്ത് അടുപ്പിച്ച് വരുന്ന സ്റ്റിച്ചുകളാണ്. പിന്നെ നമുക്ക് ഇപ്പൊ ഈ രണ്ടാമത്തേൽ കൊടുത്തിട്ടുള്ളത് കുറച്ചും കൂടി ഡിസൈൻസ് ഉള്ള സ്റ്റിച്ചുകളായിരിക്കും. ഇവിടെ രണ്ടാമത്തെ കൊടുത്തത് അത് നോക്കി കഴിഞ്ഞാൽ ഇതിലിപ്പോ ടോട്ടല് 54 സ്റ്റിച്ച് ഉണ്ട്. ഇനി രണ്ടാമത്തേലോട്ട് പോകുമ്പോൾ കണ്ടോ സ്റ്റിച്ച് കുറേയൊക്കെ മാറി, ഡിസൈന് അതുപോലെ സ്കാലപ്പ് കണ്ടോ ഓരോ സ്റ്റിച്ചുകൾ മാറി. ഇതിന് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അമർത്തി കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ആയി. കണ്ടോ, ഇതാണെങ്കിൽ അപ്പ് ഡൗൺ. പിന്നെ കൂട്ടണം കുറയ്ക്കണം വിത്ത് ഇതാട്ടോ, വിത്തിന്റെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ വിത്ത് അതിശയം കണ്ടോ, ചുരുക്കി സാധനം വന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ കളറിൽ കാണുന്നത് പ്ലേ അമർത്തി കഴിഞ്ഞാൽ അവിടെ സ്റ്റിച്ച് ആവും. ഇത് അങ്ങനെ ഒരു ടോട്ടൽ സ്റ്റിച്ച് ഉള്ളത് എത്ര വെച്ചാൽ ഇത് 188 സ്റ്റിച്ച് ഉണ്ട് കേട്ടോ. അത് പിന്നെ മൂന്നാമത്തെ വരുന്നത് നമ്മൾ ബട്ടൺ ഹോൾസ് ആണ് കേട്ടോ, 8 ബട്ടൺ ഹോൾസ് ഉണ്ട്. നാലാമത് വരുന്നത് നമുക്ക് സ്പെല്ലിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ. സ്പെല്ലിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടിച്ചിട്ട് ചെയ്യാം, കാണിച്ചു തരാം വീഡിയോ. അഞ്ചാമത്തെ വരുന്നത് നമുക്ക് ഇതിൽ നമുക്ക് ചെയ്തു വെച്ച പ്രോഗ്രാം നമുക്ക് മെമ്മറിയിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഞ്ചാമത്തെ പ്രോഗ്രാം വരുന്നത്. ഓക്കെ, നമ്മൾ ഒന്നാക്കി തന്നെ വന്നു, ഒരു നോർമൽ സ്റ്റിച്ചാണ്. പിന്നെ ഞങ്ങൾക്ക് ഇതിൽ ഒരു വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി തരാം. നമുക്കിതിൽ ഈ ഡിസൈൻ സ്റ്റിച്ചുകൾ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഡിസൈൻ ചെരിച്ചിട്ട് രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഈ ഒരു സ്റ്റിച്ച് എടുത്തു, കണ്ടോ, ഈ സ്റ്റിച്ച് എടുത്തു. ഇതിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം, കണ്ടോ. അപ്പൊ ഇത് നമുക്ക് ഓപ്പോസിറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനായി. അതുപോലെ നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള ഏത് സ്റ്റിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. ഇതിന്റെ താഴത്ത് എങ്ങനെ കൊടുക്കേണ്ടത് വെച്ചാൽ കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ താഴത്ത് ഈ സ്റ്റിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാം, കണ്ടോ. ഇതിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഇത് ലെഫ്റ്റ് റൈറ്റ് മാറ്റാം, അപ്പ് ഡൗൺ മാറ്റാം, കണ്ടോ. ഇനിയിപ്പോ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിയിൽ ഡിലീറ്റിന്റെ ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്താൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യാം. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ അവിടുന്ന് ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് അപ്പ് ഡൗൺ ആക്കണം, കണ്ടോ. നമുക്ക് ഇതിന്റെ പോയിന്റ് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിങ്ങോട്ട് ആക്കിയെടുത്താൽ മതി. അപ്പോൾ അങ്ങ് മനസ്സിലായില്ലേ. ഞാൻ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളി ഡിലീറ്റ് ചെയ്യുക. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. വേറെ മോഡൽ സ്റ്റിച്ച് എടുത്തിട്ട് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോ എന്താണെന്നുണ്ടെങ്കിൽ അടുത്തത് ഒന്നുകൂടി ക്ലിക്ക് ആക്കിയാൽ അത് ഓപ്പോസിറ്റ് വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഓപ്പോസിറ്റ് കിട്ടും, കണ്ടോ. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് നോർമല് കണ്ടോ, നോർമലാണെന്നുണ്ടെങ്കിൽ അതേമാതിരി ചെയ്യാം. ഇനി 6 ആക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, കണ്ടോ. നോർമൽ വേണം അങ്ങനെ കൊടുക്കാം, അതൊക്കെ വേണം നമുക്ക് ചെയ്യാം കേട്ടോ. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കും. അതാ അങ്ങനെയാണ് സംഭവം. ഇത് മാറ്റിയിട്ട് നമുക്ക് നോർമലിലോട്ട് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ വേണ്ട, അതൊക്കെ അങ്ങനെ തന്നെ വരിക. നോർമലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നോർമലിലോട്ട് തന്നെ പോയിട്ടോ, വേണ്ട സാധാ സ്റ്റിച്ച് വന്നു. അപ്പൊ അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ താഴത്ത് ഈ അരുവിൽ ഉണ്ടോ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക, സേവ് ആണ്, സേവ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഈ അഞ്ചാമത്തെ ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ
ഇവിടെ സേവ് ആയിട്ടുണ്ട് കണ്ടാ 001 ഇത് സേവ് ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതെടുത്ത് ഉപയോഗിക്കാം. ഉണ്ടോ? ഇനി ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇൻറ്റു കൊടുത്തണണ്ട നിൽക്കുന്നത് ഡിലീറ്റ് ഓപ്ഷൻ ഡിലീറ്റ് ആയി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലെടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ഇതിൽ ABCD ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ അങ്ങനെ ഓരോ അക്ഷരം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ABCD. പിന്നെ ഇത് നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇത് ചെയ്യുക. സേവ് ബട്ടൺ ഇതിൽ പോയാൽ സേവ് ഉണ്ടാവും. ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിൽക്കുക, ഡിലീറ്റ് ആയി. അപ്പോൾ ഞാൻ ഇതൊന്ന് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എംബ്രോയിഡറിയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റണ്ണിങ് ജസ്റ്റ് ഒന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ത്രെഡ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ എറർ ഇതിൽ തന്നെ കാണിക്കും കേട്ടോ. ഫസ്റ്റ് ഒന്ന് റണ്ണിങ് ആയിട്ട് നോർമൽ സ്റ്റിച്ചാണ്. അതാ ഇതിൻ്റെ അടിയിൽ പ്ലേ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അത് അമർത്തിയ ആണ്ടാ റണ്ണാവും. ആണ്ടാ ഇവിടെ എറർ വന്നു. ത്രെഡ് ഇടാത്തതുകൊണ്ടാണ് ഇവിടെ എറർ, ത്രെഡ് ബ്രേക്കേജ് ആണെന്നുള്ള എറർ കാണിച്ചത്. ഓക്കെ, ഇനി ത്രെഡ് ഇട്ടിട്ട് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം കേട്ടോ. ഫുട്ട് പൊക്കിയിട്ട് തുണി വയ്ക്കുന്നു. ഇപ്പം നമ്മൾ ഇവിടെ റണ്ണുണ്ട്, പ്ലേ കൊടുക്കുക, ഇവിടെയും പ്ലേ കൊടുക്കുക കേട്ടോ. അത് നമ്മൾ പ്ലേ കൊടുക്കുകയാണ്. സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെക്കാൽ സ്റ്റോപ്പായി. എന്താ നമുക്ക് ഡ്രിം ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് വെക്കാൽ ട്രിമായി. ഉണ്ടോ? നോർമൽ സ്റ്റിച്ച്. നോർമൽ സ്റ്റിച്ച് കേട്ടോ. നമുക്ക് റിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് വെക്കേണ്ടത്. അതിലേക്ക് കൊടുത്താൽ റിവേഴ്സ് വേണ്ട. റിവേഴ്സ് കൊടുത്താൽ സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് സ്പീഡ് കുറഞ്ഞു. ഞാൻ കാലിലൊന്ന് ചവിട്ടിയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നീട് മുകളിൽ പൊന്തിയിട്ടാണ് നിൽക്കുന്നത്. താഴ്ത്തണം എന്നുണ്ടെങ്കിൽ നിൽക്കുക, താഴ്ന്നിരിക്കും. ഓക്കെ, പിന്നീട് എടുത്തു. നമുക്ക് ഇതുപോലെ തന്നെ സിക്സ് ആക്ക് വേണമെന്നുണ്ടെങ്കിൽ സിക്സ് ആക്ക് ചെയ്ത് നോക്കാം. നോർമൽ സ്റ്റിച്ച് ഒരുപാട് പേര് ചോദിച്ച ഫസ്റ്റ് അതിൽ നോർമൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ? ഇതിന് വിത്ത് കുറയ്ക്കണം കൂട്ടണമൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിത്ത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്താ കുറഞ്ഞു നമുക്ക് സ്പീഡ് കുറച്ചുകൊണ്ടാണ് ഇത്രയ്ക്ക് പോകുന്നത്. സ്പീഡ് കൂട്ടി കൊടുക്കാം. ഡബിളാട്ടോ. നമ്മള് സ്റ്റോപ്പ് ചെയ്തു. 7 mm കേട്ടോ. ഇവിടെയും കൊടുക്കാം പ്ലേ. സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് നീളം അടുപ്പിച്ചിട്ട് ഉണ്ടോ, അടുപ്പിച്ചിട്ടോ. ഇതെടുത്തത് നമുക്ക് ഓരോ മോഡൽ ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഉണ്ട്. രണ്ടാമത്തതിൽ പോയി കഴിഞ്ഞാൽ ഡിസൈൻസ് ഉണ്ട്. ഇത് വേണമെങ്കിൽ ഇത് ചെയ്യാം. അങ്ങനെ നീളം കുറച്ച് കൂട്ടണം, നമുക്ക് കൂട്ടി നോക്കട്ടോ. സ്റ്റോപ്പ് ചെയ്തിട്ട്
നമുക്ക് ഒന്നും കൂടി ചെയ്ത് നോക്കാം. അടുത്തത് ഏതെങ്കിലും മോഡൽ സ്റ്റിച്ചുകൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. എന്ത് ചെയ്ത് നോക്കാം കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിരുന്നു നോർമൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ട്. അതിനു വേണ്ടിയുള്ള വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചുകളൊക്കെ ചെയ്യാം. ഇത്രയും മോഡലുകൾ സ്റ്റിച്ചുകളുണ്ട്, നമുക്ക് ചെയ്യാം. സ്പെല്ലിങ്ങും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് TRAVEEN പ്രവീൺ അടിച്ചോ കേട്ടോ. പ്രവീൺ ചെറ്റാലി എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നോക്കാം. പ്രവീൺ ചെറ്റാലി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഒന്നും കൂടി കട്ടിക്കൂട്ടി എഴുതണമെന്നുണ്ടെങ്കിൽ എംബ്രോയിഡറി വരുമ്പോൾ നമുക്ക് അതിൽ ചെയ്യാം കേട്ടോ. അടുത്തത് ഓൾറെഡി ഇതിൽ 100 സംതിങ് സ്റ്റിച്ച് ഉണ്ട്, 151 സ്റ്റിച്ച് ഉണ്ട്. അത് നമുക്ക് സ്റ്റിച്ച് അല്ല, എംബ്രോയിഡറി ചിത്രങ്ങൾ, അത് നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാന്നുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതുവരെ നോർമൽ സ്റ്റിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് കണ്ടത്. അപ്ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ. സ്കാനർ എംബ്രോയിഡറി ARM എന്ന് പറഞ്ഞിട്ട് സാധനം ഇതിൽ ഘടിപ്പിക്കാനുണ്ട്. ആ ഫ്രെയിം ഇട്ടിട്ട് ചെയ്യണതാ കേട്ടോ. അപ്പൊ നമുക്ക് അത് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ ഈ മുന്നിലുള്ള കവർ ഊരണം, ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുക. ഇതാണ് നമ്മുടെ സാധനം കേട്ടോ. ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉള്ളിൽ പ്രസ് ചെയ്യാണ്ട്, അവിടെ ഒരു സാധനം പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കാം. ഉണ്ടോ? നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെച്ച ഉടനെ തന്നെ ഇവിടെ സ്ക്രീൻ മാറും കേട്ടോ. ഉണ്ടോ? സ്ക്രീൻ മാറി, ഇവിടെ പടങ്ങളൊക്കെ വന്നു കേട്ടോ. ഇപ്പോ സെറ്റായി. ഇനി നമുക്ക് ഈ ഫൂട്ടാണ് മാറ്റല്ല കേട്ടോ. എംബ്രോയിഡറിക്ക് നമ്മൾ വേറെ ഫൂട്ടാണ് ഫിക്സ്. അപ്പൊ നമ്മള് എംബ്രോയിഡറി ഫൂട്ട് തന്നെ ഉണ്ട്. ഇതാണ് എംബ്രോയിഡറി ഫൂട്ട് കേട്ടോ. ഈ ഫൂട്ട് ഇടണം, നമ്മൾ ഈ ഫൂട്ട് ചേഞ്ച് ചെയ്യണം. ഞാൻ ഈ വലിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചു എന്നുള്ളൂ. എൻ്റെ കൂടെ വന്ന ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, അത് ഉപയോഗിക്കാം. മൊത്തമായിട്ട് ഊരിയിട്ട് എന്നിട്ട് ഇതാണ് ഈ ഫൂട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഈ ഒരു റബ്ബർ ഇട്ട ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമ്മളെ നീഡില് ടൈറ്റ് ആക്കുന്നതിന്റെ മുകളിൽ വരണം കേട്ടോ. അതെല്ലാരും ശ്രദ്ധിക്കണം. ഓക്കെ, ടൈറ്റ് ആക്കാം കേട്ടോ. അങ്ങനെ അത് സെറ്റ് ആയിട്ടോ. ഇതിലിപ്പോ ഇതുപോലുള്ള ചിത്രങ്ങൾ 151 ഡിസൈൻസുകൾ ഉണ്ട് കേട്ടോ. 151 ഡിസൈൻസ്. ഇത് ഞാൻ കാണിച്ചുതരാം. അതിങ്ങനെ ഇവിടെ കൊടുത്താൽ കണ്ട ഓരോ ഡിസൈൻസ് ഇതിലുള്ള ഓൾറെഡി ഉള്ളതാണ് ഡിസൈൻസ്. നമുക്ക് ഇതിലുള്ള ഡിസൈൻസ് എടുത്ത് ചെയ്യാം. ഉണ്ടോ?
151 ഡിസൈൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ പുറമെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻസ് അല്ലെങ്കിൽ നമ്മളെ ഈ നെക്കൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ സോഫ്റ്റ്വെയർ ഉണ്ട് ഇതിന്റെ. ആ സോഫ്റ്റ്വെയർ നമ്മൾ ലാപ്ടോപ്പിൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ സോഫ്റ്റ്വെയറിൽ കയറ്റി കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് USB കയറ്റിയിട്ട് ഇതിൽ കുത്തിയിട്ട് ഇവിടെ കുത്തിയിട്ട് ചെയ്യും ചെയ്യാം. USB കുത്താനുള്ള ഇതുണ്ട് ഇവിടെ, കുത്തിയിട്ട് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മൊബൈലിലോട്ട് സെൻഡ് ചെയ്തിട്ട് മൊബൈൽ ത്രൂ നമുക്ക് ഇതിൽ ചെയ്യാം, വൈഫൈ കണക്ട് ചെയ്തിട്ട് ചെയ്യാം. മൊബൈലിൽ ചെയ്താൽ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണെങ്കിലും മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാം കേട്ടോ. മെഷീൻ ഓഫ് ചെയ്യാം, മെഷീൻ ഓൺ ആക്കാം, എല്ലാ കാര്യങ്ങളും അതിൽ കാണിക്കും. ഇപ്പൊ നമ്മൾ ഇതിൽ ബോബിൻ തീർന്നു കഴിഞ്ഞാൽ മൊബൈലിൽ കാണിക്കും, അത് ത്രെഡ് ബ്രേക്കേജ് ആയാലും മൊബൈലിൽ കാണിക്കും, എല്ലാ ഇതും മൊബൈലിൽ കാണിക്കും. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ക്യാപിറ്റൽ അക്ഷരങ്ങൾ ഇതിൽ എഴുതണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. ABC എംബ്രോയിഡറി നമുക്ക് ചെറിയ ലോഗോ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ, പേരൊക്കെ വെച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ഇതിൽ ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു കേട്ടോ. ഇതിൽ നമ്മൾ ഈ ഫുട്ബോൾ എടുത്തുട്ടോ. ഇതിന് മുകളിൽ ഇതിന്റെ സ്റ്റിച്ചിന്റെ കണക്കൊക്കെ കാണിക്കും കേട്ടോ. 2378 സ്റ്റിച്ച് ഉണ്ട് ഇതിൽ കേട്ടോ. ഇതിലോട്ടാക്കി കഴിഞ്ഞു. ഇനി ഇതിൽ നമുക്ക് എല്ലാം ചെയ്യാം. അത് കണ്ടോ, അത് കൊടുക്കുന്നുണ്ടോ, നമുക്ക് ക്രോസ് അങ്ങോട്ട് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ആക്കാം. അതേമാതിരി അപ്പ് ഡൗണ് ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സെന്റർ വേണമെന്നുണ്ടെങ്കിൽ സെന്റർ, ഇങ്ങോട്ട് നീക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് നീക്കാം. ഇപ്പം സെന്റർ വേണമെന്നുണ്ടെങ്കിൽ നീക്കി കഴിഞ്ഞാൽ സെന്റർ വരും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഇത് ഫുട്ബോളിന്റെ വലിപ്പം അങ്ങനെ കൂട്ടാനുള്ളത്, പിന്നെ ചുരുക്കാനുള്ളത് ഇത് കണ്ടോ, കൂട്ടുക, ഇത് കുറയ്ക്കുക, ഇത് കണ്ടോ അങ്ങനെ നീണ്ടുപോകും, കമ്മിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ TT ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പേര് എഴുതാട്ടോ. ഇവിടെ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ABCD എടുക്കാൻ. കണ്ടോ, ABCD എടുത്ത് നമ്മൾ കേരള അടിക്കുന്നു കേട്ടോ. കേരള 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 എന്നുള്ളത് എടുത്തിട്ട് നമ്മൾ ടിക്ക് ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഇതിലുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വളയ്ക്കണം എന്നുണ്ടെങ്കിൽ വളയ്ക്കാം. കണ്ടോ, ഡിഗ്രി വളച്ചിട്ട് നമ്മൾ കുറച്ച് മുകളിലോട്ട് കൊണ്ടുപോകണം. അവിടെ കുറച്ച് എത്ര മുകളിലോട്ട് പോകണ്ട, അവിടെ നോട്ടെ, എന്നിട്ട് ടിക്ക്. ഇനി ഇതിന് ഈ കേരള എന്നുള്ളതിന് നമ്മൾ ഏതേന് കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം കേട്ടോ. നമുക്ക് കണ്ടോ KARAL അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഓരോ അക്ഷരങ്ങൾ കഴിയുമ്പോഴും മെഷീൻ സ്റ്റോപ്പ് ആവും, ത്രെഡ് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചിട്ട്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് വേണ്ട, നമുക്ക് ഒറ്റന്ന് മതി. അപ്പൊ ടിക്ക് ഇട്ടു. ഇനി നമ്മള് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് അടിച്ചു നോക്കാം കേട്ടോ. അയ്യോ, കേരള എന്നായി കേട്ടോ. ഇനി ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത് നമ്മൾ അടിക്കാണ്. അതിന്റെ താഴത്ത് അടിച്ചു നോക്കാം കേട്ടോ. AL സ്മാളിൽ ചെയ്തോ. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ ഈ കളറൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ടിക്ക് ഇട്ടു. ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് കേട്ടോ. ഇതിൽ പോവാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോളിന്റെ കളർ മാറ്റട്ടെ. നമുക്ക് ഇപ്പൊ ഫാബ്രിക്കിൽ ഏത് കളറാണെന്നുള്ളത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോളിന്റെ കേട്ടോ ഏത് കളറാണ് വേണ്ടത് വെച്ചാല് മാറ്റി കൊടുക്കാം. നോട്ടെ. ഇപ്പോ നമ്മളെ കയ്യിലൊരു ക്ലോത്ത് ഉണ്ട്, ഇന്ന കളർ ക്ലോത്ത് ഉണ്ട്. അപ്പൊ അതിക്ക് ഈ ബോളും
ഈ അക്ഷരങ്ങളൊക്കെ മാച്ച് ആവുമോ എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. അത് ചെക്ക് ഈ ഇതിൽ പോവുക, എന്നിട്ട് ഇത് നോക്കി കഴിഞ്ഞാൽ വേണ്ട ബാക്ക്ഗ്രൗണ്ട് ഞങ്ങളൊക്കെ നമ്മളെടുത്തുള്ള ക്ലോത്ത് ഉണ്ടാവില്ല, അപ്പൊ ആ ക്ലോത്ത് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെടുത്ത് ഏത് ക്ലോത്ത് ആണോ ആ ക്ലോത്തിന്റെ ഇത് ഇതില് നോക്കി ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏതാണ് ഡിസൈൻ ചെയ്തത് വെച്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഫ്രെയിം സെറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതാണ് ഇതിന്റെ ഫ്രെയിം കേട്ടോ. ഈ ഫ്രെയിം വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ആക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ മറ്റേ ക്യാൻവാസ്, പേപ്പർ ക്യാൻവാസ് വെക്കും. പിന്നെ നമ്മളെ ക്ലോത്ത് ഏതാച്ചാൽ അതും വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വേണ്ടോ, ഞാൻ ഈ തുണിയിലാണ് ചെയ്യുന്നത്. ഇത്ര നല്ല ടൈറ്റിൽ നിൽക്കണം കേട്ടോ, നല്ല ടൈറ്റ് നിൽക്കണം. വേണ്ട, ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് വെക്കേണ്ട ലെവലൊക്കെ ഉണ്ട്. ഇവിടെ മാർക്ക് ഉണ്ടാവും കേട്ടോ. ഇവിടെ ഒരു മാർക്കും കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു മാർക്കും കൊടുത്തിട്ടുണ്ട്. മറ്റ് അത്രയും നല്ല ടൈറ്റായി ടെമ്പറായിട്ട് നിൽക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിവിടെ വെക്കാൻ കറക്റ്റായിട്ട്. ARM ആണ് ഇതിന് പറയല്. അതിൽ നമ്മൾ കറക്റ്റായിട്ട് വെക്കണം. വെച്ചേട്ടാ. നമ്മൾ ഇവിടെ ടിക്ക് കൊടുത്തു. ഓക്കെ, ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കളർ കാണിക്കുന്നുണ്ടോ? നമ്മളെ ഫുട്ബോളിന്റെ കളറാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേ അടിച്ചെടുത്താൽ മതി. അപ്പൊ നമ്മൾ ഇവിടെ പ്ലേ അടിച്ചു കൊടുക്കുന്നു കേട്ടോ. പ്ലീസ് ലോവർ ദി പ്രഷർ ഫുഡ് താത്താൻ കേട്ടോ. പ്രഷർ ഫുഡ് താത്തി ഇനി നമ്മൾ പ്ലേ അടിച്ചു കൊടുക്കണം. പിന്നെ സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടാം. ഓക്കെ, ഇപ്പൊ നമ്മൾ മൊബൈലിൽ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈലിൽ സ്റ്റോപ്പ് ചെയ്തൊക്കെ ചെയ്യാം കേട്ടോ. അതിന്റെ സ്റ്റിച്ച് എത്ര ഉണ്ട്? 4583 സ്റ്റിച്ച് ഉണ്ട് കേട്ടോ. നമ്മൾ പ്ലേ ചെയ്യുന്നത് ഇപ്പൊ കണ്ടില്ല നിങ്ങള്, ചേഞ്ച് ത്രെഡ്. അപ്പോ ഇത് നമ്മള് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ബോളാണെന്ന് അറിയണല്ലോ. അപ്പൊ നമ്മള് ബ്ലാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പ്രഷർ കൊണ്ട് പൊക്കി കട്ട്. നമ്മൾ പ്രഷർ കൊണ്ട് താത്തി വെക്കാം കേട്ടോ. താത്തി വെച്ചു. ഇനി പ്ലേ ബട്ടൺ. ഓക്കെ, ചേഞ്ച് ത്രെഡ് ചേഞ്ച് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. കേരള എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ വേണ്ടാന്നുള്ളതാണ് ടിക്ക് ചെയ്യുന്നത്. നമ്മൾ സമയമില്ല, അപ്പോൾ നമുക്ക് ടിക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ചേഞ്ച് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. നമുക്ക് ചേഞ്ച് ചെയ്യണ്ട, ഇതിൽ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ കേരള എന്ന് അടിച്ചു കഴിഞ്ഞിട്ടോ. ഇനി ബ്ലാസ്റ്റേഴ്സ് എന്നാണ് അടിക്കാൻ പോണത്. അങ്ങനെ നമ്മളെ അവസാനത്തെ അക്ഷരം അടിക്കാൻ പോകുന്നു കേട്ടോ. കേരള ബ്ലാസ്റ്റേഴ്സ്.
കണ്ടോ, യുവർ എംബ്രോയിഡറി ഈസ് ഫിനിഷ്ഡ്. ഓക്കെ, അപ്പൊ നമുക്കത് അയച്ചിട്ട് നോക്കാം കേട്ടോ. കുറച്ചോട്ട് പൊക്കി ഇത് KL10 എഴുതിയിട്ട് അത് ആ ഫ്രെയിമിൽ എവിടെയൊക്കെ കണ്ടോ, ആ ഫ്രെയിമിൽ തട്ടിയതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ചെറുതാക്കട്ടെ, എഴുതിയത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതാക്കാം. ടിക്ക് കൊടുക്കുക. അതുപോലെ നമുക്ക് ചെറുതാക്കി കൊടുക്കാം കേട്ടോ, ചെറുതാക്കാം.